വാഗമണിലേക്ക് ഒരു യാത്ര അപ്രതീക്ഷിതമായിരുന്നു. പ്രത്യേകിച്ച് ഒരു പ്ലാനിങ്ങുമില്ലാതെയുള്ള ഒരു യാത്രയാണിത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ തന്നെ വാഗമണിലെത്തിയിരുന്നു. ഞങ്ങൾ 3 പേരാണ് ഈ യാത്രയിലുള്ളത്. രാത്രിയിൽ എത്തിയതുകൊണ്ട് തന്നെ വിശ്രമിക്കാനായി ഒരു റൂം എടുത്തിരുന്നു. രാവിലെ ഉറക്കമുണർന്ന് റൂമിന് വെളിയിലിറങ്ങിയപ്പോഴാണ് ഒരു സത്യം മനസ്സിലായത്. രാവിലെ ആയിട്ടും നല്ല ചൂടാണ്, തണുപ്പൊന്നുമില്ല. പിന്നെ വാഗമണിൽ നിന്നും മൂന്നാറിലേക്ക് പോയാലോ എന്ന ചർച്ചകളായിരുന്നു. പരിചയമുള്ള റിസോർട്ടുകളിലൊക്കെ വിളിച്ചു തിരക്കി. പക്ഷേ എല്ലായിടവും റൂമുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വാഗമണിലെ പൈൻ ഫോറസ്റ്റിലേക്ക് പോയിട്ട് മൂന്നാറിലേക്ക് പോകാം എന്നുള്ളതായിരുന്നു അടുത്ത പ്ലാൻ. പക്ഷേ ഞങ്ങൾ പൈൻ ഫോറസ്റ്റിൽ സമയം ചിലവഴിച്ചില്ല. കൂടെയുണ്ടായിരുന്ന സുഹൃത്തിൻ്റെ പരിചയത്തിൽ ഒരാളെ കിട്ടി. ഐപ്പ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഞങ്ങളെ വാഗമണിലുള്ള കുറച്ച് സ്ഥലങ്ങളിൽ കൊണ്ടുപോകാമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോഴേക്കും വാഗമണിൽ തന്നെയുള്ള ഒരു റിസോർട്ടിൽ ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിരുന്നു. മൂന്നാറിലേക്കുള്ള യാത്ര ഞങ്ങൾ മാറ്റി. ഐപ്പേട്ടൻ ഞങ്ങളെ ഓറഞ്ച് വാലിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. സ്ഥലത്തെക്കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. മുൻപ് സിനിമാ ഷൂട്ടിംഗ് ഒക്കെ നടന്ന സ്ഥലമാണെന്നാണ് ഐപ്പേട്ടൻ പറഞ്ഞത്. വാഗമണിൽ സിനിമാ ഷൂട്ടിങ്ങിനൊക്കെ വരുമ്പോഴേക്കും ഐപ്പേട്ടനും അക്കൂട്ടത്തിൽ ഉണ്ടാകാറുണ്ടായിരുന്നു. തങ്ങൾപ്പാറ കഴിഞ്ഞിട്ടാണ് ഓറഞ്ച് വാലി. ഓറഞ്ച് വാലിയിലേക്ക് പോകുന്തോറും കാഴ്ചയുടെ സൗന്ദര്യവും മാറിത്തുടങ്ങി. ചൂടുള്ള കാലാവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് തന്നെ കോടമഞ്ഞ് ഇറങ്ങിത്തുടങ്ങി. കോടമഞ്ഞിൽ പുതച്ചു നിൽക്കുന്ന വാഗമൺ കാഴ്ചകളാണ്. കോട്ടയം, ഇടുക്കി ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് വാഗമൺ. ലോകത്തിലെ സഞ്ചാര കേന്ദ്രങ്ങളുടെ പട്ടികയിൽ നാഷണൽ ജിയോഗ്രഫിക് ട്രാവലർ ഉൾപ്പെടുത്തിയ 10 വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് വാഗമൺ. ഓറഞ്ച് വാലിയിലേക്ക് പോകുന്ന വഴിയിലുടനീളം ഐപ്പേട്ടൻ വാഗമണിൽ ഷൂട്ട് ചെയ്ത സിനിമകളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഐപ്പേട്ടന് പൈൻ ഫോറസ്റ്റിൻ്റെ അവിടെ ഒരു പേ ആൻഡ് പാർക്ക് സംവിധാനമുണ്ട്. ഒരു ചെറിയ കടയുമുണ്ട്. ഓറഞ്ച് വാലി എന്ന റിസോർട്ടിൻ്റെ പ്രോപ്പർട്ടിയിലേക്കാണ് പോയത്. മുകൾ ഭാഗത്ത് വ്യൂ പോയിന്റ് പോലെ ഒരു സ്ഥലമുണ്ട്. പേര് ഐപ്പെന്നാണ്. ഞാനിവിടെ ജനിച്ചു വളർന്ന ആളാണ്. ഈ നാടിനെക്കുറിച്ച് ഒരുവിധമൊക്കെ എനിക്കറിയാവുന്ന, വരുന്ന ഇതുപോലെ ടൂറിസ്റ്റുകൾ വരുന്നവർക്ക് അല്പം സന്തോഷം പകരുക. ഈ വർഷം സിനിമാ ഫീൽഡുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. ആ ബേസിൽ ഒരുപാട് പേരുടെ ഞാൻ തിരക്കി വരുവാണ്. ഇപ്പോൾ ആ ഫീൽഡിലോട്ടൊന്നും പോകുന്നില്ല. 4 വർഷമായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. കരകൗശല വസ്തുക്കൾ, പാഴ്വസ്തുക്കൾ കൊണ്ടുള്ള നിർമ്മാണങ്ങൾ, ആർട്ട്, ഇതൊക്കെയാണ് നമ്മുടെ പരിപാടി. എക്സിക്യൂട്ടീവ് ആലപ്പുഴ ഗബീർ എന്ന് പറഞ്ഞ ആളാണ് നമുക്ക് മെയിനായിട്ടുള്ള ആൾ. അദ്ദേഹം ആലപ്പുഴയുള്ളതാണ്. പിന്നെ ചാലക്കുടി ബേബിച്ചെന്ന് പറഞ്ഞ ആൾ, അത് സിനിമാ ഫീൽഡിൽ തന്നെയുള്ളതാണ്. റിസോർട്ടിൽ ഒരു പൂൾ നിർമ്മിക്കുന്നുണ്ട്. ഇൻഫിനിറ്റി പൂളാണ്. ഒരിക്കൽ ഓറഞ്ച് വാലി റിസോർട്ടിൽ വരണമെന്ന് പറഞ്ഞുറപ്പിച്ചിട്ടാണ് അടുത്ത സ്ഥലത്തേക്ക് യാത്ര തിരിച്ചത്. വാഗമൺ യാത്രയിൽ സാധാരണയായി പോകുന്ന സ്ഥലങ്ങളിലേക്കൊന്നുമായിരുന്നില്ല ഇത്തവണത്തെ യാത്ര. യാത്രയിലുടനീളം ഐപ്പേട്ടൻ പാട്ടുകളൊക്കെ പാടുന്നുണ്ടായിരുന്നു. तेरे सब नंगी रानी कब आएगी तू वाह दिया दूध दिया अरे वाह ഹിന്ദി അല്പം കൂടി അത് ഞാൻ മലയാളത്തിൽ പാടുകയുള്ളൂ. ഹിന്ദി മലയാളത്തിൽ കൊണ്ട് ഡെപ്പി കൊണ്ട് മുടി പൂശി മുഖം കുട്ടിക്കൂറ പൗഡർ ഇട്ട് വെള്ള പൂശി പതയാന വണ്ണം ചെയ്യും പെണ്ണി ചലനം 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 എറണാകുളമോ
തൃപ്പൂണിത്തുറയോ ആലുവ പുഴയോ കോവളം ബീച്ചോ എറണാകുളമോ തൃപ്പൂണിത്തുറയോ ആലുവ. ഏലപ്പാറ കഴിഞ്ഞ് മേമലയിൽ നിന്ന് വലത്തോട്ടുള്ള റോഡിലേക്കാണ് പോകുന്നത്. ടീഫോർഡ് എസ്റ്റേറ്റിലേക്കുള്ള ബോർഡുകൾ കാണാം. ഇരുവശങ്ങളിലുമായി തേയിലത്തോട്ടത്തിന് നടുവിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. പോകുന്ന വഴിയിൽ ടീഫോർഡിന്റെ ചെറിയ ചെക്ക് പോസ്റ്റുകളുണ്ട്. ഐപ്പേട്ടൻ കൂടെ ഉണ്ടായതുകൊണ്ട് അവിടെയൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ടീഫോർഡ് എസ്റ്റേറ്റിന്റെ ഒരു LP സ്കൂളും പോകുന്ന വഴിയിൽ കാണാം. ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്, അതിനൊപ്പം കോടമഞ്ഞും. പച്ചവിരിച്ചു നിൽക്കുന്ന തേയിലത്തോട്ടങ്ങളിൽ കോടമഞ്ഞിറങ്ങുന്നത് ഒരു പ്രത്യേക കാഴ്ച തന്നെയാണ്. നനഞ്ഞ റോഡും ഇരു സൈഡിലുമായി തേയിലത്തോട്ടത്തിനിടയിലൂടെയുള്ള യാത്രയിൽ ദൂരെയായി ടീഫോർഡ് ഫാക്ടറി കണ്ടപ്പോൾ കുറച്ചു സമയം അവിടെ ചിലവഴിച്ചു. സഞ്ചരിക്കുന്തോറും റോഡിന്റെ വീതി കുറഞ്ഞു വരുന്നുണ്ട്. മഴയിടയ്ക്ക് പെയ്യുന്നുണ്ട്. ചാറ്റൽ മഴയും ഈ കാഴ്ചയും വല്ലാത്തൊരനുഭൂതിയാണ് നൽകിയത്. ടാർട്ടർ റോഡ് അവസാനിച്ചു. പിന്നെ അങ്ങോട്ടുള്ളത് അല്പം ബുദ്ധിമുട്ടേറിയ റോഡാണ്. ചില സ്ഥലങ്ങളിൽ വീതി വളരെ കുറവാണ്. കുറെ സഞ്ചരിച്ചിട്ട് വഴി രണ്ടായി തിരിയുന്നിടത്ത് സംശയിച്ചു കുറച്ചു നേരം നിന്നു. പിന്നെ നടക്കാമെന്നായി. വഴി ചോദിക്കാൻ പോലും ആരുമില്ല. ചുറ്റിനും തേയിലത്തോട്ടങ്ങൾ തന്നെ. മുന്നോട്ട് നടന്നു നീങ്ങിയപ്പോൾ ഒരു വലിയ ഗേറ്റ് കണ്ടു. ഏതോ റിസോർട്ടാണെന്നാണ് തോന്നുന്നത്. എന്തായാലും നടന്നു നീങ്ങാമെന്ന് തീരുമാനിച്ചു. കുറച്ചധികം നടക്കാനുണ്ടെന്ന് ഐപ്പേട്ടൻ പറഞ്ഞു. പോകുന്ന വഴിയിൽ ഒരു ചെക്ക് ഡാം കണ്ടു. മുൻപ് വളരെ ഭംഗിയായി സൂക്ഷിച്ചിരുന്നതാണെന്നാണ് ഐപ്പേട്ടൻ പറഞ്ഞത്. പിന്നെ എപ്പോഴോ ഇടിഞ്ഞു വീണിട്ട് പുതുക്കി പണിഞ്ഞതാണ്. കുറേയേറെ നടന്നിട്ട് എത്തിച്ചേർന്നത് ഒരു വലിയ മലയുടെ മുകൾ ഭാഗത്താണ്. ഐപ്പേട്ടൻ ഓരോ ഭാഗങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് അവിടെ സിനിമയുടെ ഷൂട്ടിങ്ങിനായി വന്നിട്ടുണ്ടെന്നും ഒക്കെയുള്ള ഓർമ്മകൾ പങ്കുവെക്കുകയാണ്. വാഗമണിലെ ഗ്ലാസ് ബ്രിഡ്ജുള്ള ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ വിദൂരത്തായി കാണുന്ന വലിയ മലയുടെ മുകളിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. നല്ല തണുത്ത കാറ്റാണ് വീശിയടിക്കുന്നത്. മദാമക്കുളം ഈ മലയുടെ ഭാഗത്താണ് എന്ന് ഐപ്പേട്ടൻ പറഞ്ഞു.
സമയമേറെ വൈകിയതുകൊണ്ട് തിരികെ പോകാമെന്നായി. റിസോർട്ടിലേക്ക് 1 മണിക്കൂർ യാത്ര ചെയ്യണം. തിരികെ പോകും വഴി വന്നതുപോലെ ആയിരുന്നില്ല. റോഡിൽ മുഴുവനും കോടമഞ്ഞു മൂടി. അത് യാത്രയുടെ സൗന്ദര്യം വല്ലാതെ അങ്ങ് കൂട്ടി. ഇടയ്ക്ക് നല്ല ചാറ്റൽ മഴയും കൂടിയായപ്പോൾ വാഗമൺ വശ്യമായി തോന്നി. ഐപ്പേട്ടനെ തിരികെ എത്തിച്ചിട്ട് റിസോർട്ടിലേക്ക് യാത്ര തുടർന്നു. ഐസ് ഹിൽസ് എന്നാണ് റിസോർട്ടിൻ്റെ പേര്. ഫോട്ടോയും വീഡിയോയും കണ്ടിട്ടാണ് അവിടെ റൂം ബുക്ക് ചെയ്തത്. ഗൂഗിൾ മാപ്പ് ശരിക്കും ഞങ്ങളെ ഒരു 4 കിലോമീറ്റർ അധികം ഓടിച്ചു. റിസോർട്ട് ഫോട്ടോയിലോ വീഡിയോയിലോ ഉള്ള പോലെ ആയിരുന്നില്ല. ശരിക്കും ആ ക്ലൈമറ്റിൽ റിസോർട്ട് പ്രകൃതിയോട് ഒത്തിണങ്ങി കിടക്കുന്നു എന്ന് വേണം പറയാൻ. കോടമഞ്ഞിൽ അലങ്കാര വിളക്കിനാൽ പ്രകാശിച്ചു നിൽക്കുന്ന റിസോർട്ട് ഞങ്ങളെ സ്വീകരിച്ചു. ചെക്ക് ഇൻ ചെയ്ത് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി. ഒരു ഹട്ടാണ് ഞങ്ങൾ സെലക്ട് ചെയ്തിരുന്നത്. തേയിലത്തോട്ടത്തിന് നടുവിൽ ഇന്റർലോക്ക് വിരിച്ച വഴിയിലൂടെ ഞങ്ങളുടെ ഹട്ടിലേക്കുള്ള പാത മനോഹരമാക്കിയിട്ടുണ്ട്. ഞങ്ങൾ താമസിച്ച ഹട്ടിനടുത്തായി DJ സിനിമാസ് എന്ന പേര് നൽകിയിട്ടുള്ള ഒരു സെക്ഷനുണ്ട്. ഒരുപാട് റിസോർട്ടുകളിൽ തങ്ങിയിട്ടുണ്ടെങ്കിലും ഇത്തരം ഒരു DJ ഹാൾ അനുഭവം ആദ്യമായിരുന്നു. ഫാമിലിക്കും ഫ്രണ്ട്സിനുമൊപ്പം ഡാൻസിനും പാറ്റിനുമായി ഒരു DJ ഹാൾ. രാവിലെയുള്ള കാഴ്ച വളരെയധികം മനോഹാരിതമായിരുന്നു. റിസോർട്ടിലെയും പരിസരത്തെയും കാഴ്ചകളൊക്കെ കണ്ടു നടക്കാൻ ഒരു പ്രത്യേക അനുഭൂതിയാണ്. റിസോർട്ടിലേക്ക് പ്രവേശിക്കുന്ന എൻട്രൻസിൻ്റെ അടുത്താണ് റെസ്റ്റോറൻറ്റ് പ്രവർത്തിക്കുന്നത്. രാവിലത്തെ ഫുഡൊക്കെ കഴിച്ച് കുറച്ചു നേരം കൂടി ഞങ്ങൾ റിസോർട്ടിൽ ചിലവഴിച്ചിട്ട് റിസോർട്ടിനോട് ബൈ പറഞ്ഞ് തിരികെ ഞങ്ങൾ യാത്ര തിരിച്ചു.